ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട വചനങ്ങൾ ഏതാണെന്നോ നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വചനം ആമേൻ. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തെറ്റായ ഒരു ബോധ്യമുള്ളത്, എൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് തന്ന ഒരു വീട്, അല്ലെങ്കിൽ എനിക്ക് ഒരു ബിസിനസ്സിൽ ഒരു അഭിവൃദ്ധി ഉണ്ടായത്, അല്ലെങ്കിൽ എനിക്ക് ഒരു നല്ലൊരു ജോലി കിട്ടിയത്, അല്ലെങ്കിൽ മക്കളുണ്ടായത്. അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ നേടി, നമുക്ക് കിട്ടി. അതാണ് നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യമാണ്. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം യഥാർത്ഥത്തിൽ എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ് അനുഗ്രഹം. കാരണം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ദൈവം സംസാരിച്ച്, ദൈവം അരുളി ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വെളിച്ചം തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്, അല്ലേ? അന്ധകാരത്തിൽ ജീവിക്കുന്നതിന് പകരം ദൈവം നമുക്ക് വെളിച്ചം തന്നു. ആ വെളിച്ചം ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം, നമ്മൾ അനുഗ്രഹത്തിൽ ജീവിക്കുകയാണ്. ആ വെളിച്ചം നമ്മൾ ആസ്വദിക്കുകയാണ്, അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയാണ്. പക്ഷെ ആ അനുഗ്രഹം ആകുന്ന ആ വെളിച്ചം എവിടെ നിന്ന് വന്നു? അനുഗ്രഹമാകുന്ന വചനത്തിൽ നിന്നാണ്. ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പോൾ ആ വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. ആ അനുഗ്രഹത്തിൻ്റെ മഹത്വം, ആ വചനത്തിൻ്റെ മഹത്വമാണ് വെളിച്ചം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലാണുള്ളത്. ആ വചനം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം 14 വചനം പറയുന്നത്, വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു. The word became flesh and dwelt amongst us. അപ്പോൾ യേശുക്രിസ്തു അനുഗ്രഹം, ആ അനുഗ്രഹം എവിടെ നിന്നാണ് വന്നത്? അതിന് ഉറവിടം എവിടെയാണ്? ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം നമ്മളുടെ മധ്യേ വസിച്ചു. അപ്പോൾ വചനമില്ലാതെ ആ വചനത്തിൻ്റെ മഹത്വം ഉണ്ടാകുകയില്ല. അപ്പോൾ അനുഗ്രഹം എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അനുഗ്രഹത്തിൻ്റെ പുറകെ പോകും, ദൈവം തന്ന നന്മയുടെ പുറകെ പോകും. അനുഗ്രഹിച്ചവനെയും അനുഗ്രഹത്തിനെയും നമ്മൾ മുറുകെ പിടിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എവരിവൺ. ദൈവത്തിൻ്റെ വചനം എല്ലാവർക്കും അവൈലബിൾ ആണ്. പക്ഷേ ആ വചനം, നമ്മൾ അനുഗ്രഹമാകുന്ന വചനം, നമ്മൾ അത് സൂക്ഷിച്ച്, നമ്മൾ വിശ്വാസത്താൽ നമ്മളത് നട്ട് അതിനെ വളർത്തി, എങ്കിൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. കാരണം നമുക്ക് വചനത്തോട് നോക്കുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 19 മുതൽ 23 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് പറയുകയാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് നമുക്ക് തരുന്നത്. പക്ഷെ പലപ്പോഴും ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതനുസരിച്ചിരിക്കും ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പം ആ വചനമാകുന്ന അനുഗ്രഹത്തിൻ്റെ മഹത്വം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ വചനമാകുന്ന അനുഗ്രഹം സ്വീകരിക്കുന്നത് എന്ന് അതനുസരിച്ചിരിക്കും. നമുക്കറിയാം, വഴിയരികിൽ വീണു വിത്ത്, പാറയുടെ മുകളിൽ വീണു വിത്ത്, മുൾച്ചെടികളുടെ ഇടയിൽ വീണു വിത്ത്, നല്ല മണ്ണിൽ വീണു വിത്ത്. അപ്പോൾ ആ അനുഗ്രഹമാകുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ ആ മഹത്വം കാണുക, ഫലം കാണുക. ദ ഫ്രൂട്ട് ഓഫ് ദ ബ്ലെസ്സിങ് ഓഫ് ഗോഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. കാരണം നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 19 വചനം വായിക്കുകയാണെങ്കിൽ, ഒന്ന് വായിക്കാം. അവിടെ യേശുക്രിസ്തുവിന് പുറകെ വന്ന ജനത്തിന്, യേശുക്രിസ്തുവിന് അവരുടെ അവസ്ഥ കണ്ടിട്ട് വളരെ സങ്കടം തോന്നി, അവരോട് കനികമ്പ് തോന്നി, അവർക്ക് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കുവാൻ കൊടുക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. വചനം പറയുന്നത്, ലുക്കിംഗ് അപ്പ് ടു ഹെവൻ ഹി ബ്ലെസ്ഡ് ആൻഡ് ബ്രോക്ക് ആൻഡ് ഗേവ് ദ ലോവ്സ് ടു ദി ഡിസൈപ്പിൾസ്. ഒന്ന് വായിക്കാമോ? പിന്നെ ജനക്കൂട്ടത്തോട് പുല്ലിന്മേൽ ഇരിക്കുവാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. ശിഷ്യന്മാർ ജനത്തിനും കൊടുത്തു. ഞാൻ ഇംഗ്ലീഷ് ഒന്നും കൂടെ വായിക്കാം. ലുക്കിംഗ് അപ്പ് ടു ഹെവൻ ഹി ബ്ലെസ്ഡ് ആൻഡ് ബ്രോക്ക് ആൻഡ് ഗേവ് ദ ലോവ്സ് ടു ദ ഡിസൈപ്പിൾസ്. അപ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിക്കുക, യേശുക്രിസ്തു ആ 2000 അല്ലാതെ 5000 ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, ആണുങ്ങൾ. അപ്പോൾ 10,000 15,000 ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ യേശുക്രിസ്തു എന്ത് ചെയ്തു? ഈ അപ്പം എടുത്തിട്ട് അവിടെ കുരിശിൻ്റെ ഒക്കെ വരയ്ക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു. അവിടെ നിങ്ങൾ യേശുക്രിസ്തു എന്തെങ്കിലും ചെയ്ത് കാണും. ആ എന്തായിരിക്കും ചെയ്തതെന്ന് നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? യേശു പറയുന്നത് ഹി ബ്ലെസ്ഡ് എന്നാണ് പറയുന്നത്. അവിടെ എന്തെങ്കിലും യേശുക്രിസ്തു ചെയ്തോ? കുന്തിരിക്കാൻ വിട്ടിച്ചിട്ട് അപ്പം എടുത്തിട്ട് കുന്തിരിക്കാൻ വിട്ടോ അപ്പത്തേല്? ഹലോ. അപ്പൊ ഈ ബ്ലെസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബ്ലെസ്ഡ് എന്ന് പറയുന്നത്, കാരണം അവിടെ യേശുക്രിസ്തു അപ്പം എടുത്തു, ബ്ലെസ്ഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ യേശുക്രിസ്തു എന്തോ ചെയ്തു. ആ ചെയ്തത് എന്താണ്? കുന്തിരിക്കാൻ വിട്ടത് അല്ല എന്ന് പറയുന്നു നിങ്ങൾ. പിന്നെ എന്ത് ചെയ്തു? ആനാവെള്ളം കഴിച്ചോ? ഹലോ.
ഇല്ല. പിന്നെ എന്തായിരിക്കും യേശു ക്രിസ്തു ചെയ്തത്? അനുഗ്രഹിച്ചു. യേശു ക്രിസ്തു അത് ലിഫ്റ്റ് ചെയ്തിട്ട് he would have said a prayer of blessing, a prayer of the covenant. യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയച്ചപ്പോൾ ഒരു അനുഗ്രഹത്തിന്റെ വിത്തായിട്ടാണ് യേശു ക്രിസ്തുവിനെ അയച്ചത്. ആ പിതാവും യേശു ക്രിസ്തുവായിട്ടുള്ള ഉടമ്പടിയിൽ യേശു ക്രിസ്തു പറഞ്ഞു കാണും. he would have prayed to the Father, he would have blessed. അപ്പോൾ യേശു ക്രിസ്തു വചനം സംസാരിച്ചു. കാരണം യേശു ക്രിസ്തു ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ മഹത്വം, പിതാവേ എനിക്കുണ്ടായിരുന്ന മഹത്വം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണല്ലേ, വി ഷെയർഡ് ദ ഗ്ലോറി. അപ്പോൾ അവിടെ ആ ബ്ലെസ്ഡ്, അനുഗ്രഹിച്ചു എന്ന് പറയുന്നതാണ് ദൈവം. യേശു ക്രിസ്തു ആ ഉടമ്പടിയുടെ വചനങ്ങൾ സംസാരിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ സംഭവിച്ചു. ആ ഫ്രൂട്ട്, ആ ബ്ലെസ്സിങ്, ആ അനുഗ്രഹത്തിന്റെ ഫലം എപ്പോഴാണ്? ദൈവത്തിന്റെ ഉടമ്പടിയുടെ വചനങ്ങൾ സംസാരിച്ചപ്പോൾ. അല്ലാതെ അവിടെ ആനാം വെള്ളം തെളിച്ചില്ല, അവിടെ കുന്തിരിക്കം പുകച്ചില്ല. പക്ഷേ ദൈവം ഉടമ്പടിയുടെ വചനങ്ങൾ സംസാരിച്ചു. അപ്പോൾ ബ്ലെസ്സിങ് എന്താണ്? വചനങ്ങളാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അതൊക്കെ മനസ്സിലാകുന്നുണ്ട് വചനം പറയുന്നത്. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ പറയുക. പിന്നെയും ഹല്ലേലൂയ. പിന്നെ അത് തന്നെ മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 32-ാമത്തെ വചനം ഒന്ന് വായിക്കുക. അവിടെയും പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു ആ ശിഷ്യന്മാരൊന്ന് വായിച്ചേ. അവർ പടകിൽ കയറിയിരുന്നപ്പോൾ കാറ്റമർന്നു. നമുക്കറിയാം, വലിയൊരു കൊടുങ്കാറ്റുണ്ടായിരുന്നു. യേശു ക്രിസ്തു ആ കാറ്റ് അത് അവസാനിപ്പിക്കാൻ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവും കൂടെ ഉണ്ടായിരുന്ന പത്രോസും കൂടെ ബോട്ടിലേക്ക് കയറിയിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? കാറ്റ് അവർ നിശ്ചലമായി. ദ വിൻഡ് സീസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു അനുഗ്രഹം? വിൻഡ് സീസ് ചെയ്തു. വിൻഡ് അല്ല, അനുഗ്രഹം യേശു ക്രിസ്തു ബോട്ടിലേക്ക് കയറി. ആ കയറിയതിന്റെ ഇഫക്റ്റ്, ഫ്രൂട്ട് എന്താണ്? വിൻഡ് സീസ് ചെയ്തു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, പലപ്പോഴും നമ്മൾ അനുഗ്രഹമായിട്ട് കാണുന്നത് ഫലത്തെയാണ് അനുഗ്രഹമായിട്ട് കാണുന്നത്. യേശു ക്രിസ്തു ആ ബോട്ടിൽ കയറിയത് കൊണ്ട് വിൻഡ് സീസ് ചെയ്തു. അപ്പൊ വിൻഡ് സീസ് ചെയ്തത് യേശു ക്രിസ്തു ബോട്ടിൽ കയറിയതിന്റെ ഫലമാണ്. അനുഗ്രഹം എന്തായിരുന്നു? ഏതായിരുന്നു അനുഗ്രഹം? നോ, അനുഗ്രഹം is യേശു ക്രിസ്തു got into the boat. അതിന്റെ ഫലം, the fruit is the wind ceased. The wind ceased because he got into the boat. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കൊടുങ്കാറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ആ കൊടുങ്കാറ്റ് പോകുവാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് യേശുവേ, അങ്ങയുടെ സാന്നിധ്യം, your presence in my life, I need your presence Lord. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ളപ്പോൾ എല്ലാ കൊടുങ്കാറ്റും സീസ് ചെയ്യും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലുള്ള കൊടുങ്കാറ്റുകളെല്ലാം എന്ത് പറ്റും? It will cease when the presence of God comes. അപ്പോൾ എന്താണ് അനുഗ്രഹം? ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് മോശ പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം 15-ാമത്തെ വചനത്തിൽ പറയുന്നത്, Lord, if your presence does not go with us, do not take us up from here. അപ്പോൾ മോശയ്ക്ക് അനുഗ്രഹം വേണമായിരുന്നു. അവനറിയാമായിരുന്നു അനുഗ്രഹം എന്ന് പറയുന്നത് ചെങ്കടൽ രണ്ടായതല്ല, അവിടെ ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു. അതുകൊണ്ടാണ് he knew that the blessing was the presence of God. ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അല്ലാതെ ആ സാന്നിധ്യത്തിൽ നിന്ന് കിട്ടുന്ന ഫലമല്ല അനുഗ്രഹം. ഇന്ന് പലവരും ഫലത്തെയാണ് നോക്കുന്നത്, ഫലത്തെയാണ് തേടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ തേടുന്നത് അതിന്റെ ഫ്രൂട്ടിനെ അല്ല. You must go to the seed. You must go to the blessing which is in the word of God. ആരൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? സോ ആ ബോട്ടില് ഒരു കൊടുങ്കാറ്റിന്റെ ഇടയിൽ അവിടെ ഒരു ശാന്തത ഉണ്ടായത് എന്താണ്? യേശു ക്രിസ്തു ആ ബോട്ടിലേക്ക് സ്റ്റെപ്പ് ചെയ്തപ്പോൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കൊടുങ്കാറ്റുണ്ടെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, യേശുവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ കൊടുങ്കാറ്റിന് സ്ഥാനമില്ല. ബിക്കോസ് he is a prince of peace. സമാധാനത്തിന്റെ രാജാവാണ്. ഈസ് എ പ്രിൻസ് ഓഫ് പീസ്. അവിടെ നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. പിന്നെയും നമ്മൾ അതേ അധ്യായത്തിൽ തന്നെ 36-ാമത്തെ വചനം വായിക്കോ. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കെല്ലാം സൗഖ്യം ലഭിച്ചു. അപ്പോൾ ആ അനുഗ്രഹം എന്താണ്? സൗഖ്യം. അനുഗ്രഹം എന്താണ്? ഹലോ, അനുഗ്രഹം എന്താണ്? സ്പർശനം. The touch is the blessing. The fruit of the blessing is Saukyam. Today we need a touch
A touch from God. Are you understanding what I'm saying? പറയുന്നത് മനസ്സിലാവുന്നു? ഒരു ഹല്ലേലൂയ പറയുന്നു. പലപ്പോഴും സൗഖ്യമാണ് അനുഗ്രഹം എന്ന് പറയുക, രോഗശാന്തിയാണ് അനുഗ്രഹം. അല്ല, യേശുക്രിസ്തുവിനെ സ്പർശിക്കുന്നതാണ് അനുഗ്രഹം. ആ സ്പർശനത്തിന്റെ ഫലമാണ് സൗഖ്യം. ആ രക്തസ്രാവമുള്ള സ്ത്രീ, she said, if I may only touch the hem of his garment, I will be healed. അല്ലേ? ഞാൻ യേശുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ ഒരു തുമ്പ് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു അനുഗ്രഹം? അവളുടെ വിശ്വാസത്വം, ആ യേശുവുമായിട്ട് സ്പർശനം. അത് ശാരീരികമായ ഒരു സ്പർശനമല്ല. പലപ്പോഴും ഇന്ന് എല്ലാവരും ശാരീരിക സ്പർശനത്തിനാണ് പോകുന്നത്. ആത്മാവിലും സ്പർശനം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ദ സ്പിരിറ്റ്. His spirit was in tandem with the spirit of the living God. അവിടെ യേശു പറഞ്ഞു, I perceived that power flowed out from me. A healing power. സൗഖ്യത്തിന്റെ ഒരു ശക്തി എന്നിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയത് കണ്ടു. അവിടെ he was able to touch. The touch is the blessing. അതിൽ നിന്ന് വരുന്ന ഫലം എന്താണ്? സൗഖ്യം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ തേടേണ്ടത് എന്താണ്? ആ ഫലമല്ല. ഫലം ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ നെല്ല് നട്ടാൽ നെല്ല് കൊയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നടന്നതാണ് വിത്ത്. എന്നാ അത് പറയുന്നത്? എന്നാ വിത്ത് നെല്ലിന കതിരോ അല്ല എന്നാ നെല്ല്. ഓക്കെ, നെല്ല് നമ്മൾ പാകിയാൽ മാത്രമേ നമുക്ക് കൊയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അനുഗ്രഹം എന്താണ്? ആ നടുന്ന നെല്ലാണ്. കാരണം നട്ടാൽ കൊയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ ഫിസിക്കൽ പ്രിൻസിപ്പിൾ അല്ലേ? നമ്മൾ നട്ടാൽ ഫലമുണ്ടാകും. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ആ അനുഗ്രഹം നമ്മുടെ വിത്താണ്. വിത്ത് എന്താണ്? വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് വിത്ത്. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, വി വർഷിപ്പ് യു ലോർഡ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം. അപ്പം അനുഗ്രഹം വചനത്തിലൂടെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം, ജഹോവ എലോഹിം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ സ്വഭാവം. ഹീസ് എ ക്രിയേറ്റർ. എല്ലാം സൃഷ്ടികർത്താവായ ദൈവം. ആ ദൈവത്തിൻ്റെ സ്വഭാവം എലോഹിം എന്നുള്ള ആ ദൈവത്തിൻ്റെ ജനസിസ് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ വളരെ പല വചനങ്ങളിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ജഹോവ ജൈറ, എനിക്ക് എൻ്റെ മൈ പ്രൊവൈഡർ, അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 8 മുതൽ 14 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ജഹോവ ജൈറയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം എവിടെയാണ്? ആ ദൈവത്തിൻ്റെ അനുഗ്രഹം എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ആ ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. അതുപോലെ യഹോവ റാഫ, സൗഖ്യദായകനായ ദൈവം. അവൻ ആരാണ്? ആ സൗഖ്യദായക ദൈവത്തിൻ്റെ വാഗ്ദാനം എവിടെയാണ്? ദൈവത്തിൻ്റെ വചനത്തിലാണ്. ഇതിന്റെ വചനം പറയുന്നത് I am the God that healeth thee എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് സൗഖ്യം കിട്ടുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ അടിപ്പിണാൽ നമുക്ക് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് അനുഗ്രഹം. അത് ഞാൻ എന്ന് ഏറ്റെടുക്കുന്നുവോ, ആ വിത്ത് വിശ്വാസത്തിൽ എന്ന് ഏറ്റെടുക്കുന്നുവോ, എന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ നടുന്നുവോ, അപ്പോൾ അത് നല്ല വീണ വിത്ത് പോലെ അത് 100 മേനി ഫലമുണ്ടാകും. അപ്പോൾ എനിക്ക് കിട്ടുന്ന സൗഖ്യം ആ അനുഗ്രഹമാകുന്ന വചനത്തിൻ്റെ ഫലമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഒരു ഹല്ലേലൂയ പറയും പ്രിയപ്പെട്ടവരെ. ഐ ഹോപ്പ് ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ദ ലിവിംഗ് ലോർഡ് വിൽ സ്പീക്ക് ടു യു. ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സംസാരിക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. സാധാരണഗതിയിലുള്ള നമ്മുടെ പഴയ അറിവിനെ മാറ്റി വെച്ചിട്ട് എനിക്ക് ആ വചനത്തിൻ്റെ പ്രാധാന്യം, എൻ്റെ ജീവിതത്തിൽ ആ വചനം എനിക്ക് എന്തുമാത്രം ആവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് നിങ്ങൾക്ക് there will be a transformation in your attitude to the word of God. ആ ട്രാൻസ്ഫോർമേഷൻ ടു ദി അപ്രോച്ച് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അതുപോലെ തന്നെ നമുക്കറിയാം പുറപ്പാട് പുസ്തകം ഹല്ലേലൂയ 17-ാമത്തെ അധ്യായം 15-ാമത്തെ വചനത്തിൽ അവിടെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് ഐ ആം ജഹോവ നിസ്സി. ഓ ഹല്ലേലൂയ, ജയക്കൊടിയാണ്. നിസ്സി എന്ന് പറയുന്നത് ജയക്കൊടി. എനിക്ക് എൻ്റെ എല്ലാ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ കാര്യത്തിലും എനിക്ക് വിജയം തരുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് ഐ ആം യുവർ ബാനർ. ഐ ആം യുവർ ബാനർ. നിന്റെ ജയക്കൊടിയാണ് ഞാൻ. അതാണ് അനുഗ്രഹം. ദൈവം എൻ്റെ ജയക്കൊടിയാണെങ്കിൽ എൻ്റെ ഏത് അവസ്ഥയിലാണെങ്കിലും എനിക്ക് അവിടെ ജയം കിട്ടും. ആ ജയം ഇസ് എ ഫ്രൂട്ട്, ഇസ് എ ഫലം ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് സേയിങ് ദാറ്റ് ഐ ആം ജഹോവ നിസ്സി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ?
അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അനുഗ്രഹം ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. അതുപോലെ തന്നെ ന്യായാധിപന്മാർ ജഡ്ജസ് 6 അധ്യായം 24 വചനത്തിൽ പറയുന്നുണ്ട്, ജഹോവ ഷാലോം, ഐ ആം ജഹോവ, ഐ ആം ദ ഗോഡ് ഓഫ് പീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്, ഞാൻ സമാധാനത്തിൻ്റെ ദൈവമാണ് എന്ന് എന്നോട് പറയുമ്പോൾ ആ സമാധാനത്തിൻ്റെ ദൈവമാകുന്ന യേശു ആണ് എന്ന് ഞാൻ വിശ്വസിച്ച് ആ വിത്ത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനമാകുന്ന ഫലം കൊയ്യുവാൻ പറ്റും. അപ്പോൾ ജഹോവ ഷലോം എന്ന് പറയുന്ന നമുക്ക് മനസ്സിലാക്കുന്ന ആ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പാകേണ്ടത്. അങ്ങനെ പാകുമ്പോൾ ഞാൻ കൊയ്യാൻ പറ്റുന്നത്, നെല്ല് നട്ടാൽ നെല്ലേ കൊയ്യുള്ളൂ, നെല്ല് നട്ടാൽ നമ്മൾ അവിടെ ഗോതമ്പ് കൊയ്യുകയില്ല. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ വിത്ത് ഞാൻ നടുമ്പോൾ സമാധാനം എനിക്ക് കൊയ്യുവാൻ പറ്റും, സമാധാനം കൊയ്യുവാൻ പറ്റും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ, സങ്കീർത്തനം 23 1 വചനത്തിൽ പറയുന്നുണ്ട്, The Lord is my shepherd, ജഹോവ റോഹി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ The Lord is my shepherd എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഞാൻ നിന്റെ ഇടയനാണ്. The Lord is my shepherd. അപ്പോൾ ഞാൻ ഏത് അവസ്ഥയോട് പോവാണ്? ചില മരണത്തിൻ്റെ നിഴലിൻ്റെ താഴ്വാരയിലൂടെ ആയിരിക്കും ഞാൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് ആ വിത്ത് പാകാം. എൻ്റെ ദൈവമാണ്, എൻ്റെ ഇടയനാണ് എന്നുള്ള ആ വിത്ത് ഞാൻ പാകുമ്പോൾ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. I shall not be worried because you are with me. Even though if I go through the valley of the shadow of death, I shall not be afraid because you are with me. എന്നുള്ള ആ ഫലം, എനിക്ക് ഭയമില്ല എന്നുള്ള ഫലം എവിടെന്നാ വരുന്നത്? I am your shepherd എന്നുള്ള വിത്ത് പാകുമ്പോൾ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഒരു ഹല്ലേലൂയ പറയൂ, ഹല്ലേലൂയ. ഈ പുതിയ വർഷങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ സത്യം മനസ്സിലാക്കണം. പണ്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു തെറ്റായ രീതിയിലായിരിക്കും വചനം മനസ്സിലാക്കിയത്. ഇന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനമാണ് അനുഗ്രഹം. കാരണം യേശു ക്രിസ്തു വചനമാണ് എന്ന് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഹിസ് നെയിം ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ യേശു ക്രിസ്തു അനുഗ്രഹമാണെങ്കിൽ വചനമാണ് അനുഗ്രഹം. കാരണം the word became flesh and dwelt amongst us. Hallelujah. അതുപോലെ തന്നെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 48 അധ്യായം 35 വചനം പറയുന്നുണ്ട്, ജഹോവ ഷമ്മ, the Lord who is ever present. The Lord is there. എൻ്റെ ഏത് ആവശ്യമായിക്കോട്ടെ, ഏത് സാഹചര്യത്തിലാണെങ്കിലും എൻ്റെ കർത്താവായ യേശു എൻ്റെ കൂടെ ഉണ്ട്. The presence, the abiding presence of God, the abiding presence of God. ദൈവത്തിൻ്റെ സാന്നിധ്യം, മാറാത്ത സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ വിശ്വാസമാകുന്ന വിത്ത് ജഹോവ, ഹല്ലേലൂയ, ഷമ്മ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിൻ്റെ, ആ വചനത്തിൻ്റെ ആ വിത്ത് ഞാൻ പാകുമ്പോൾ ഞാൻ എവിടെ കൂടെ, ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും എനിക്ക് ഭയമുണ്ടാകുകയില്ല. കാരണം എന്താണ്? I get a confidence, I get a comfort that my God is with me, that the abiding presence of God is with me. അതിൽ നിന്ന് വരുന്ന ഒരു സമാധാനവും ഒരു ശക്തിയും ഒരു ആത്മധൈര്യവുമാണ് ഫലം. എന്തിൻ്റെ ഫലം? യഹോവ ഷമ എന്നുള്ള ദൈവത്തെ ഞാൻ അറിയുമ്പോൾ, ആ ദൈവത്തിൻ്റെ വചനം ഞാൻ വിത്തായി ഞാൻ പാകുമ്പോൾ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനമാണ് അനുഗ്രഹം. അത് നമ്മളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കും. പക്ഷെ ഫലം പുറപ്പെടുവിക്കുന്ന അളവ് നമ്മൾ എന്തുമാത്രം വിശ്വാസത്താൽ ആ വചനം ആകുന്ന വിത്ത് സ്വീകരിക്കുന്നു, അനുഗ്രഹമാകുന്ന വചനം നമ്മൾ സ്വീകരിക്കുന്നു, അതനുസരിച്ചായിരിക്കും ഫലം. നമ്മൾ നേരത്തെ കേട്ടു മത്തായിയുടെ സുവിശേഷം ആ വിധക്കാരുടെ ഉപമയിൽ എങ്ങനെയാണെന്ന്. വിത്ത് എല്ലാവർക്കും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അവൈലബിൾ ആണ്. അത് എങ്ങനെ സ്വീകരിക്കുന്നു? നിങ്ങൾ വഴി അരികിലാണോ സ്വീകരിക്കുന്നത്? അതോ മുൾച്ചെടിയുടെ ഇടയിലാണോ സ്വീകരിക്കുന്നത്? അതോ പാറയുടെ ഇടയിലാണോ സ്വീകരിക്കുന്നത്? അതോ നല്ല സ്ഥലത്താണോ സ്വീകരിക്കുന്നത്? അതനുസരിച്ചിരിക്കും നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എല്ലാം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആ വചനത്തിലൂടെയാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത്. ദൈവം നമുക്ക് ഒരു കഴിവ് തരികയാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരു കഴിവ് തരികയാണ്. അതുകൊണ്ടാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4 അധ്യായം 6 വചനം പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ബൈ മൈറ്റ്, ഇറ്റ് ഈസ് നോട്ട് ബൈ പവർ, ഇറ്റ് ഈസ് ബൈ മൈ സ്പിരിറ്റ്
says the Lord of hosts. സൈന്യബലത്താലല്ല, കരബലത്താലല്ല, എൻ്റെ ആത്മാവിലാണ് എന്ന് അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു. സോ അങ്ങനെ ദൈവം അരുളി ചെയ്യുമ്പോൾ ദൈവം നമുക്ക് ഒരു കഴിവ് തരികയാണ്. ആ കഴിവ്, ദൈവത്തിന്റെ വചനം ഉണ്ടല്ലോ, ഇറ്റ് ഈസ് നോട്ട് ബൈ മൈറ്റ്, ഇറ്റ് ഈസ് നോട്ട് ബൈ പവർ, ഇറ്റ് ഈസ് ബൈ മൈ സ്പിരിറ്റ് എന്ന് സെറുബാബേലിനോട് പറയുകയാണ് അല്ലേ. ആ സെറുബാബേലിനോട് പറയുന്ന അതേ വചനം ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ദാറ്റ് ഈസ് ദി സീഡ് ദാറ്റ് യു സോ. അത് സോ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് ഒരു കഴിവ് തരികയാണ്. ആരുടെ കഴിവാണ് പിന്നെ ഫലമായിട്ട് വരുന്നത്? യേശുവിൻ്റെ കഴിവിൻ്റെ വിത്ത് ഞാൻ വിതയ്ക്കുമ്പോൾ ഫലം വരുന്നത് ആരുടെ കഴിവായിരിക്കും? നിങ്ങളുടെ ആണോ എൻ്റെ ആണോ? യേശുവിൻ്റെ കഴിവിൻ്റെ ഫലമാണ് ഞാൻ കൊയ്യുക. അപ്പോൾ എനിക്ക് സാധാരണഗതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, എൻ്റെ കഴിവിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ യേശുവിൻ്റെ കഴിവിൽ എനിക്ക് ചെയ്യുവാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഓൾ തിങ്സ് ആർ പോസിബിൾ, ഓൾ തിങ്സ് ആർ പോസിബിൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മൾക്ക് ഒരു അസാധാരണ ഒരു കഴിവ് തരികയാണ്. അത് തരുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത്, അനുഗ്രഹമാകുന്ന വിത്ത് നമ്മൾ ഹൃദയത്തിൽ പാകുമ്പോൾ, വിശ്വാസത്താൽ അത് കാത്ത് സൂക്ഷിക്കുമ്പോൾ, അത് ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നനയ്ക്കുമ്പോൾ അത് വളർന്ന് വളർന്ന് ഫലം പുറപ്പെടുവിക്കും. ദൈവത്തിൻ്റെ യഥാസമയത്തും കാലത്തും ദൈവം അനുഗ്രഹിക്കുന്നത് പോലെയുള്ള ഫലം തീർച്ചയായിട്ടും പുറപ്പെടുവിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനത്താലാണ്. He created the whole universe by the words, the spoken word. നമ്മൾ മനസ്സിലാക്കണം, ദൈവം സൃഷ്ടികർമ്മം മാത്രമല്ല, he is also a sustainer. He is also a sustainer of what he created. ദൈവം അനുഗ്രഹിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് മാത്രമല്ല, ആ സൃഷ്ടികർമ്മത്തെ ദൈവം അപ്ഹോൾഡ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഹീബ്രൂസിൽ ഹെബ്രായർക്ക് ലേഖനം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം എന്താ പറയുന്നത്? He upholds all things by the word of his power. He upholds all things by the 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം Hebrews 1:3 says he upholds all things by the word. എന്ത് വേർഡാണ്? Of his power. ഒന്ന് വായിക്കാം സിസ്റ്ററെ. 1:3 Hebrews 1:3. അവന്റെ തേജസ്സിന്റെ പ്രഭയും അവന്റെ യഥാർത്ഥ പ്രതിരൂപവും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ താങ്ങി നിർത്തുന്നവനുമാകുന്നു. സകലവും അവന്റെ ശക്തിയുള്ള വചനത്താൽ താങ്ങി നിർത്തുന്നു. എന്തിനാ താങ്ങി നിർത്തുന്നത്? ഈ ലോകവും അതിൻ്റെ ചന്ദ്രനും ഒക്കെയാണോ? അല്ല. നമ്മൾ ഇന്നലത്തെ രാത്രിയിലെ സർവീസിന് വന്നവർ പാസ്റ്റർ രാജേഷ് ചില ഫോട്ടോസൊക്കെ കാണിച്ചു അല്ലേ. ഗാലക്സികളും ഈ ലോകത്തിലുള്ള ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഓരോ സിസ്റ്റംസിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ നിസ്സാരമായ ഒരു ജസ്റ്റ് എ ഡോട്ട് ഇൻ ദ ഹോൾ ഓഫ് ക്രിയേഷൻ. പക്ഷേ നമ്മളെ മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ യേശുവിൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ മുഴുവൻ യേശു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലാണ് അത് മുഴുവൻ താങ്ങി നിർത്തുന്നത്. സോ ദ വേർഡ് ഇസ് സോ പവർഫുൾ, നോട്ട് ഓൺലി ടു ക്രിയേറ്റ് ബട്ട് ഓൾസോ ടു സസ്റ്റെയിൻ. നോട്ട് ഓൺലി അത് സൃഷ്ടിക്കാൻ മാത്രമല്ല, അതിനെ കാത്ത് പരിപാലിക്കാനും കഴിവുള്ള ദൈവത്തിൻ്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, അപ്പോൾ ആ വചനം എന്ത് പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതാണ്. പക്ഷെ ഭോഷന്മാരായ മനുഷ്യൻ പറയും ഈ വചനം മാത്രം പോരാ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ അപ്ഹോൾഡ് ചെയ്യുന്ന വചനം മാത്രം പോരാ, ആ ഭോഷൻ ഉണ്ടാക്കിയ ചില നിയമങ്ങളും ആ ഭോഷന്റെ ചില പാരമ്പര്യവും ആ ഭോഷന്റെ ചില ആചാരം അനുഷ്ഠാനവും കൂടെ ഈ വചനത്തിന്റെ കൂടെ വേണം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഹൈറ്റ് ഓഫ് ഫൂളിഷ്നെസ്. അജ്ഞതയുടെ എന്താ പറയുന്നത് ഹൈറ്റ് എന്ന് പറയാ, അങ്ങേ അറ്റം, പരമവിഡ്ഢി അല്ലേ. Hallelujah. Hallelujah. It's foolishness of man to even നമുക്ക് അത് ഒന്ന് ഇമാജിൻ ചെയ്യാൻ പോലും. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചം മുഴുവൻ കാത്തു പരിപാലിക്കുന്ന വചനത്തിന്റെ പുറമെ മനുഷ്യന്റെ കുറച്ച് സഹായം ദൈവത്തിന് ആവശ്യമുണ്ട്. Hallelujah. അത് തന്നെ ഓർത്താൽ നമുക്കറിയാം, ആ ഭോഷന്മാര് എന്ത് ഭോഷത്വമാണ് പറയുന്നത്. ഭോഷത്വം വരുന്നത് യേശുവിൽ നിന്നല്ല, ഭോഷത്വം വരുന്നത് സാത്താനിൽ നിന്നാണ്. ഹല്ലേലൂയ. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട വേറെ സത്യമാണ്, ഈ വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. റോമാക്കാരുടെ ലേഖനം 4-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം. അവിടെ പറയുന്നുണ്ട് ദൈവത്തിന് he is able to, വായിക്കോ, he is able to bring to existence things out of nothing.
ഈസ് ഏബിൾ ടു കോൾ ടു എക്സിസ്റ്റൻസ് തിങ്സ് ദാറ്റ് ആർ നത്തിങ്. ഒന്ന് വായിച്ചേ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനും താൻ വിശ്വസിച്ചവനുമായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുക. അപ്പൊ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുക. അതെങ്ങനെ സംഭവിക്കുന്നത്? അപ്പം ഇല്ലാത്തൊരവസ്ഥ ഉള്ളതുപോലെ വിളിക്കുക. ദൈവം വിളിക്കുമ്പോൾ അവിടെ അത് സൃഷ്ടികർമ്മം നടക്കുകയാണ്. വിളിക്കുന്നതിന് മുമ്പ് വിളിച്ചതോടുകൂടി സൃഷ്ടികർമ്മം നടക്കുകയാണ്. അപ്പോൾ ദൈവം വിളിക്കുമ്പോൾ ഉള്ളതാണ് വിളിക്കുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇല്ലാത്ത അവസ്ഥ ദൈവം വിളിക്കുകയാണ്. വിളിക്കുന്ന ആ മിനിറ്റിൽ തന്നെ, ആ സെക്കൻഡിൽ തന്നെ അത് സൃഷ്ടികർമ്മം ആവുകയാണ്. അപ്പോൾ ദൈവം വിളിക്കുന്നത് ഉള്ളതിനെയാണ്. പക്ഷെ വിളിച്ച ഉടനെ ഇല്ലാത്തത് ഉള്ളതുപോലെ ദൈവം വിളിക്കുകയാണ്. ഹി കോൾസ് തിങ്സ് വിച്ച് ആർ നോട്ട് എക്സിസ്റ്റന്റ്. പക്ഷെ ആ വിളി കേൾക്കുമ്പോൾ തന്നെ അവിടെ അത് ഉണ്ടാകുകയാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഇറ്റ് ഈസ് ബീങ് ക്രിയേറ്റഡ് ബൈ ഹിസ് വേർഡ്. അപ്പോൾ പ്രിയപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത അവസ്ഥകൾ കാണുമായിരിക്കും. നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയായിരിക്കും. പല പല മനുഷ്യൻ്റെ ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. ചിലപ്പം ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. ഇത് സംഭവിക്കുകയില്ല, ഇത് ഇല്ല ഇല്ല ഇല്ല, അല്ലെങ്കിൽ ഇത് നടക്കുകയില്ല, ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുകയില്ല. അങ്ങനെ ഇല്ലായ്മയിൽ. പക്ഷെ നമ്മളുടെ ദൈവത്തിന്റെ പ്രത്യേകത ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിവുള്ള ദൈവമാണ്. ഹി ക്യാൻ മേക്ക് തിങ്സ് ഔട്ട് ഓഫ് നത്തിങ്. കാരണം യേശു ക്രിസ്തു ദൈവത്തിന്റെ വചനം വരുമ്പോൾ അത് വചനം സൃഷ്ടികർമ്മത്തിന്റെ വചനമാണ്. ഇല്ലായ്മ ഉണ്ടാകും. Hallelujah. He is able to create things out of nothing. അപ്പോൾ ആ അനുഗ്രഹം ദൈവത്തിന്റെ വചനമാണ്. വചനത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. സൃഷ്ടി is a fruit of the word which proceeds from the mouth of God. Hallelujah. Hallelujah. പിന്നെ നമുക്കറിയാം ദൈവത്തിന്റെ ആ ഫലം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ, വചനമാകുന്ന വിത്ത് അനുഗ്രഹം നമ്മൾ അനുസരിച്ച് ഭാഗുമ്പോൾ കിട്ടുന്ന ഫലമാണ് ദി ഫ്രൂട്ട്. അത് ആ വിത്തിൻ്റെ മഹത്വമാണ്. ആ വിത്തിൻ്റെ ദ ഗ്ലോറി. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മളൊരു മാങ്ങയുടെ അണ്ടി നടുമ്പോൾ നമ്മൾക്ക് മുളച്ചു വരുന്നത് ഒരു പ്ലാവിൻ്റെ മിശ്രമാണോ? അല്ല. മാങ്ങയുടെ അണ്ടി നടുമ്പോൾ മാവുണ്ടാകും. മാവുണ്ടായി വലുതാകുമ്പോൾ മാവേലെന്തുണ്ടാകും? സാധാരണഗതിയിൽ മാങ്ങയുണ്ടാകും. അപ്പോൾ ആ മാങ്ങ ഈ അണ്ടി, നട്ട അണ്ടിയുടെ മഹത്വമാണ്. The mangoes that you see on the tree is a glory of the mango seed. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അനുഗ്രഹമായിട്ട് നമ്മൾ പണ്ട് ഈ വചനം കേൾക്കുന്നതിന് മുമ്പ് അനുഗ്രഹമായിട്ട് കണക്കാക്കിയ വീടായിരിക്കാം, കാറായിരിക്കാം, ബിസിനസ്സായിരിക്കാം, അതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദാനമാകുന്ന വചനത്തിൻ്റെ മഹത്വമാണ്. കാരണം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം വായിച്ചാൽ പറയുന്നുണ്ട്, the word became flesh and dwelt amongst us and we beheld his glory. And we beheld his glory. The glory as the only son of the living God. അപ്പോൾ the word became flesh and dwelt amongst us and we beheld his glory. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വമാണ് കാണുന്നത്. Because the word became flesh and dwelt amongst us and we beheld the glory of Jesus Christ, which is the fruit of the word of God. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ അല്ല അനുഗ്രഹം. ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവത്തിൻ്റെ ഉടമ്പടി ആണ് അനുഗ്രഹം. ആ അനുഗ്രഹത്തിൻ്റെ മഹത്വമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വീട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കാറ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ബിസിനസ്സിലെ ഒരു വലിയൊരു അഭിവൃദ്ധി എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാകുന്ന ഉടമ്പടിയുടെ വചനമാകുന്ന അനുഗ്രഹത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വമാണ് നിങ്ങൾ കാണുന്നത്.